وذكر فإن الذكرى تنفع المؤمنين. ശത്രുക്കളുടെ സംഘടിത ശക്തി നീ തകർക്കണേ റഹ്മാനെ. ദീനിനും സമുദായത്തിനും ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാൻ വന്ന ശത്രുക്കളുടെ എല്ലാ ശക്തിയും നീ തകർത്തെറിയണേ തമ്പുരാനെ. നിന്റെ മഹത്തായ പള്ളികളെ നശിപ്പിക്കുന്നവരെ നീ അപമാനത്തിലാക്കണമേ തമ്പുരാനെ. അവരെ നീ പറയുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞത് അങ്ങനെ ഒരു രാമജന്മ ഭൂമിയില്ല. ശ്രീരാമൻ ജന്മരഹിതനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളങ്ങൾക്ക് മുകളിലാണ് സംഘപരിവാരം നിലനിൽക്കുന്നത്. ഈ നീതി പ്രതിജ്ഞാ മാർച്ചിന് ആ കള്ളത്തിന്റെ താഴികക്കുടങ്ങൾ തകർക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ മഹത്തായ ചരിത്ര പ്രയാണത്തിന് എല്ലാ ഭാഗങ്ങളും നടന്നുകൊണ്ട് ഇതിന്റെ തുടക്കം കുറിച്ച് സംസ്കാരം ചെയ്തതായി അറിയിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇമാംസ് കൗൺസിൽ സിന്ദാബാദ്, ഇമാംസ് കൗൺസിൽ സിന്ദാബാദ്, അക്ബർ മാർച്ച് സിന്ദാബാദ്. അവകാശങ്ങൾ ചോദിക്കാൻ ആർജവമുള്ളൊരു സംഘമിത, ആർജവമുള്ളൊരു സംഘമിത.
അക്രമത്തിന്റെ ഒറ്റകൊണ്ടലങ്ങളിൽ പ്രതിരോധത്തിന്റെ അഗ്നിസ്ഫോടനങ്ങൾ ഉയർത്തിവിടാൻ പണ്ഡിതന്മാർ നയിക്കുന്ന ഈ ഐതിഹാസിക മാർച്ചിന് ശേഷിയുണ്ട്. അധർമ്മത്തിന്റെ നെടുങ്കൻ ഗോപുരങ്ങളെ വിളങ്ങലിപ്പിക്കാൻ ഈ പണ്ഡിതന്മാർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഈ പണ്ഡിത പോരാളികൾ നയിക്കുന്നതായ രാജ്ഭവനിലേക്കുള്ള നീതി പ്രതിജ്ഞാവർ ഇതാ കടന്നു വരികയാണ്. ഇതാ കടന്നു വരികയാണ്. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സാഷ്ടാംഗം സുജൂദ് ചെയ്യുന്ന മസ്ജിദുകളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇമാം കൗൺസിൽ കടന്നു വരികയാണ്. വിദേശ ശക്തികളെ കൂലിപ്പണി നടത്തുന്ന സാമ്രാജ്യത്വ ശക്തികളെ കൂലിപ്പണി നടത്തുന്ന നേരത്തെ ബ്രിട്ടീഷുകാർക്ക് കൂലിപ്പണി ചെയ്ത അവരുടെ അടിമത്തം കഴുകി കൊടുത്ത സംഘപരിവാറ് ഈ രാജ്യം വിട്ട് ഓടേണ്ടി വരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് അങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പ്രയാണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാനുള്ളത്, തികച്ചും ജനാധിപത്യപരമായി നീതി പ്രതിജ്ഞാ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് നീങ്ങുന്ന ഈ നൂറുകണക്കിന് വരുന്ന പള്ളികളിലെ ഇമാമുമാരെ തിരുവനന്തപുരത്തിന്റെ നടുറോഡിൽ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് നീതിയാണ്, ന്യായമാണുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ബാബരിയുടെ തീക്കനലുകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സമരപ്രയാണമായി ഇവിടെ വന്നെത്തിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം നേരുകയാണ്. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നവംബർ 19 എന്ന് പറയുന്ന തീയതി ഒരു യൗമെ നായ് ഇൻസാഫി ദിൻ എന്നുള്ള നിലയ്ക്ക് നാം കണ്ടിട്ടുള്ളത്. അത് നീതി തകർന്ന ദിനമായിട്ടാണ് നാം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണ്ഡിതന്മാർക്കറിയാം ശരീഅത്തിന്റെ നിയമപ്രകാരം ഒരിക്കൽ അല്ലാഹു
വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി, ആ ഭൂമി എക്കാലവും വഖഫ് തന്നെയായിരിക്കും എന്ന് നമുക്കറിയാം. അതിൽ എന്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടാലും ശരി, അതൊരിക്കലും ഒരു മുസൽമാൻ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിലും ഇമാംസ് കൗൺസിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് തന്നെ സമരമേഖല തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ഇമാമുകൾ നിൽക്കുന്നത് എന്ന സന്ദേശം ഈ സമയത്ത് ഞാൻ എന്റെ സംഘടനയ്ക്ക് വേണ്ടി അധികാരികളെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു അക്ബർ. പക്ഷേ രക്തസാക്ഷിയുടെ മരണം ആഗ്രഹിക്കുന്ന ഈ സമൂഹത്തെ അത് കേട്ടി ഭയപ്പെടുത്താൻ പറ്റില്ല, അത് കാട്ടിട്ട് ഭയപ്പെടുത്താൻ പറ്റില്ല. തോക്കും വീരങ്കിയുമൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കേണ്ടി വന്നാൽ അത് കൊള്ളുന്നത് ഈ ഇമാമുകളുടെ പിന്നിലോ പൃഷ്ഠഭാഗത്തോ ആയിരിക്കില്ല, മറിച്ച് നെഞ്ചിലായിരിക്കും എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിക്കുക. ഭരണഘടനയും രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. സംഘപരിവാർ ദുശക്തികളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രതിരോധിക്കും. കിട്ടിയ ഉത്തരവാ, ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവായി സമരം ചെയ്യാൻ. ആകാശത്തു നിന്നുള്ള ഉത്തരവ് നാളെയും മറ്റന്നാളും മാറി മറിയുന്ന ജനാധിപത്യത്തിന് കൈപ്പിഴവുണ്ടാകുമ്പോൾ അധികാരത്തിന് അമരത്തിരിക്കുന്ന ഏതെങ്കിലും പൊറാട്ട് നാടകക്കാരുടെ ഉത്തരവല്ല, ഞങ്ങൾക്ക് ഇത് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവാ. അള്ളാഹുവിന്റെ ഉത്തരവ്, പ്രവാചകന്റെ ഉത്തരവ്. ഇതിന്റെ മുകളിൽ നിങ്ങളുടെ ഉത്തരവുകൾക്കൊന്നും യാതൊരു ബലവുമില്ല. ആ തിരിച്ചറിവോടുകൂടി വേണം നിങ്ങൾ കാക്കിയും ധരിച്ച് തിരിച്ചു പോകാനെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിശ്ചയം പറയാം, ഭാവി നമുക്കുള്ളതാണ്, പോരാളികൾക്കുള്ളതാണ്, ജനാധിപത്യ വിശ്വാസികൾക്കുള്ളതാണ്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർക്കുള്ളതാണ്. അതിന്റെ അനന്തരാവകാശികൾ, അതിന്റെ സമകാലികൾ ഈ പണ്ഡിത സമൂഹത്താൽ നയിക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് തലമുറകൾക്ക് ആ സൗഭാഗ്യമുണ്ടാകും. പ്രാർത്ഥിക്കാം, നെഞ്ചിലേറ്റാം. അതിനുവേണ്ടി നമുക്ക് അവസാന ശ്വാസം വരെ പോരാടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം പക്വമതികൾ നടത്തുന്ന വിപ്ലവം, അതാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്തെ വിപ്ലവത്തിനൊരു പ്രത്യേകതയുണ്ട്, രണ്ടും കൽപ്പിച്ചവർ നടത്തുന്ന വിപ്ലവം. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അധികാരിവർഗം ഇത് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓർമ്മകൾ എപ്പോഴും നല്ലതാണ്. അള്ളാഹുവിന്റെ പേരുകൾ മുഴക്കപ്പെട്ടിരിക്കുന്ന ബാബരി മസ്ജിദ് പള്ളിയിൽ അത് ക്ഷേത്രമായി ഭാവിയിൽ ഭവിക്കപ്പെട്ടിരുന്നാലും ആ ക്ഷേത്രത്തിന്റെ മകുടകുടാരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം വിളിക്കപ്പെടുന്ന ഒരു സുപ്രഭാതം ഉണ്ടാകുമെന്ന പ്രത്യാശയും ഉറപ്പും കൊണ്ടാണ് ഈ സമുദായം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സുപ്രീം കോടതിക്കല്ല, സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ജഡ്ജിക്കല്ല. ജഡ്ജ് വിധിക്കുന്നത് രേഖകൾ നോക്കി മാത്രമാണ്. അത് ഭരണകൂടത്തിനല്ല അതിനുള്ള അർഹതയുള്ളത്. അത് മതേതര കക്ഷികൾക്കല്ല, നേരെ മറിച്ച് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെടാൻ പോകുന്ന, ഇന്ത്യ രാജ്യത്ത് ഭീഷണിയുള്ള മുഴുവൻ മസ്ജിദുകളെ സംരക്ഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിനാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പള്ളികൾക്ക് പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് ബാബരി നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ച ഒരു പള്ളിയുടെ മാത്രം തകർച്ചയല്ല, നേരെ മറിച്ച് അത് ഇന്ത്യൻ ഭരണഘടനയുടെ തകർച്ചയാണ്, പാർലമെന്റിന്റെ തകർച്ചയാണ്, ജുഡീഷ്യറിയുടെ തകർച്ചയാണ്. ഈ ജുഡീഷ്യറിയുടെ തകർച്ച ബാധിച്ചതിന്റെ പേരിലാണ് ഇന്ന് ഞങ്ങളെ ഇവിടെ ഈ ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതെങ്കിലും സംഘിച്ചാരന്മാര് ഞങ്ങളുടെ ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഇമാമാരോട് പോയി പറഞ്ഞേക്കുക, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ബാബരി മസ്ജിദ് ഇൻഷാ അല്ലാഹ് പുനർനിർമ്മിക്കുന്നത് വരെയും ഇമാംസ് കൗൺസിൽ പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ
പൂർവോപരി ഭംഗിയായി ഈ പ്രോഗ്രാം വിജയിപ്പിച്ചു തന്ന നിയമപാലകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഇമാംസ് കൗൺസിലിൻ്റെ കൃത്യമായ നന്ദിയും കടപ്പാടും